അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ഉമ്മയും ഉപ്പയും നന്നായാൽ മക്കൾ നന്നാകും എന്നാണ്. മാതാപിതാക്കൾ നല്ലവരായാൽ അവരുടെ മക്കളും നല്ലവരാകും. അതിന് ഉപ്പ വലിയ മൂല്യരാകണമെന്നില്ല, വലിയ ഉസ്താദാകണമെന്നില്ല, തങ്ങളാകണമെന്നില്ല. അതുപോലെ ഉമ്മ വലിയ ബീവി ആകണമെന്നൊന്നുമില്ല. ഒരുപാട് ഓതിപ്പഠിച്ച ഇൽമ് നേടിയ മക്കളാകണം എന്നൊന്നുമില്ല നല്ല മക്കളാകാൻ. എത്ര സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളുണ്ട് നല്ല മക്കൾ. അതിന് കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരുടെ മാതാപിതാക്കൾ നല്ലവരായിരിക്കും. അവർക്ക് ഒരുപാട് ഇൽമുണ്ടായിട്ടോ അറിവുണ്ടായിട്ടോ ഒന്നുമല്ല, എന്നാൽ അവർ 5 വക്ത് നിസ്കരിക്കുന്നവരായിരിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ഹറാമ് പറയാത്തവരും അത് ജീവിതത്തിൽ ചെയ്യാത്തവരുമായിരിക്കും. ഗീബത്ത് നമീമത്ത് പറയാത്തവരായിരിക്കും. സ്വതക്ക ചെയ്യുന്നവരായിരിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തവരായിരിക്കും. കുടുംബത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. കുടുംബത്തിൽ സമാധാനം നൽകുന്നവരായിരിക്കും. നേരത്തെ വീട്ടിൽ വരുന്നവരായിരിക്കും. മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരെ പൊന്നുപോലെ നോക്കുന്നവരുമായിരിക്കും. മക്കളെ സ്നേഹിക്കുന്നവരായിരിക്കും. മക്കളെ നോക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരുടെ മക്കളും നല്ല മക്കളായി വളരുന്നത്. അല്ലാതെ അവർക്ക് ഒരുപാട് ഇൽമുണ്ടായിട്ടോ അറിവുണ്ടായിട്ടോ ഒന്നും തന്നെയില്ല. മാതാപിതാക്കൾ നല്ലവരാണോ അത് കണ്ടിട്ടാണ് മക്കളും വളരുക. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ചെയ്യുന്ന നന്മക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന വലിയൊരു പ്രതിഫലമാണ് അവരുടെ മക്കൾ നല്ല മക്കളാകുക എന്നുള്ളത്. മക്കൾ നല്ലവരായാൽ ഇഹലോകത്തും മാതാപിതാക്കൾ രക്ഷപ്പെട്ടു. മാതാപിതാക്കളുടെ ഇഹലോകത്തേക്കുമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്, അവരുടെ സമ്പത്താണ് അവരുടെ മക്കൾ. അതായത് നല്ല മക്കളുണ്ടെങ്കിൽ അവർക്ക് ദുനിയാവിൽ നിന്നും ഗുണമുണ്ടാകും, അതുപോലെ ഖബറിൽ നിന്നും ഗുണമുണ്ടാകും, പരലോകത്തിൽ നിന്നും ഗുണമുണ്ടാകും. മരണപ്പെട്ടു കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ നമ്മുടെ മക്കളെ ഉണ്ടാവുകയുള്ളൂ. മക്കളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. അവർ നല്ലവരാകണമെങ്കിൽ മാതാപിതാക്കൾ നന്നാവണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. 2 യതീമായ മക്കൾ, അവരുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ സ്വത്ത്, അവർക്ക് മരണം വരെ കഴിയാനുള്ള നിധി, സമ്പത്ത് അവരുടെ ഉപ്പ ഒരു മതിലിൻ്റെ അടിയിൽ കുഴിച്ചു മൂടിയിട്ടിട്ടുണ്ട്. എന്നാൽ അത് മക്കൾക്കറിയില്ല എവിടെയാണ് ഉള്ളത് എന്ന്. എന്നാൽ ആ ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലം എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹുവേ, എൻ്റെ മക്കൾക്ക് എൻ്റെ കാലശേഷം, എൻ്റെ മരണശേഷം ഞാൻ കുഴിച്ചു മൂടിയ ആ നദി, ആ സമ്പത്തിനെ കാണിച്ചു കൊടുക്കണേ റബ്ബേ എന്ന് ആ ബാപ്പ എന്നും ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ആ നദി എവിടെയാണ് എന്നുള്ളത് ആ മക്കൾക്കറിയണം. അത് അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുക്കുകയാണ് 2 നബിമാർ മുഖേന ആ യതീമക്കൾക്ക് ആ നദി, അവർക്ക് മരണം വരെ കഴിയാനുള്ള സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുക്കാൻ കാരണം നബിമാർ മുഖേനയാണ് കാണിക്കുന്നത്. അതിന് കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ യതീമക്കളുടെ ഉപ്പ വലിയ സ്വാലിഹായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അത് കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു തആല 2 നബിമാർ മുഖേന ആ സമ്പത്ത് ആ മക്കൾക്ക് കാണിച്ചു കൊടുത്തത്. മൂസാ നബി അലൈഹിസ്സലാം, അബുൽ അബ്ബാസ് ഖിളിർ നബി അലൈഹിസ്സലാം, ഈ 2 പ്രവാചകന്മാരും ഒരുമിച്ച് ഒരു രസകരമായ ഒരു യാത്ര സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അറിയിച്ചു തരുന്നു. മൂസാ നബി അലൈഹിസ്സലാം, ഖിളിർ നബി അലൈഹിസ്സലാം, ഇവർ 2 പേരും കൂടി ഒരു ഗ്രാമത്തിലൂടെ ഒരു യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് അങ്ങനെ ദൂരെ നടന്നപ്പോൾ വഴിയോരത്ത് ഒരു മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. വലിയ ഒരു മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും ഓർഡർ ലഭിച്ചിരിക്കുകയാണ്, ആ മതിൽ പുതുക്കി പണിയണം എന്ന്.
അങ്ങനെ ആ രണ്ട് പ്രവാചകന്മാരും കൂടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ യാത്ര കുറച്ച് സമയം മാറ്റിവെച്ച് അവർ ഇവിടെ ഡ്യൂട്ടിക്കിറങ്ങുകയാണ്. അവിടെയുള്ള കല്ലുകളെല്ലാം പെറുക്കി വെച്ച് ആ മതിൽ മനോഹരമായി പഴയതിനേക്കാൾ സുന്ദരമായിട്ട് ആ മതിൽ അവർ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈ രണ്ട് പ്രവാചകന്മാരും അത് പുതുക്കി പണിഞ്ഞു. രണ്ട് പ്രവാചകന്മാരാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ യതീമക്കൾക്ക് വേണ്ടിയിട്ട് ഈ മതിൽ പുതുക്കി പണിഞ്ഞത്. ആ യതീമക്കൾ പറഞ്ഞിട്ടൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരമാണ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ നബിയാണ് തൗറാത്ത് നൽകപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. രണ്ടാമത്തെ നബിയാണ് ഇപ്പോഴും ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിപ്പുള്ള മഹാനായ അബുൽ അബ്ബാസ് ഖിദ്ർ നബി അലൈഹിസ്സലാം. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ആ മതിൽ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ആ കല്ലിൻ്റെ ഇടയിലൂടെ അതിലേ പോകുന്ന യാത്രക്കാർ, വഴിയാത്രക്കാർ ആ നദി കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർ എടുത്തു പോകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അതുകൊണ്ടാണ് രണ്ട് പ്രവാചകന്മാർ മുഖേന അല്ലാഹു സുബ്ഹാനഹു തആല ആ നദി ആ രണ്ട് യതീമക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുത്തത്. അതിന് കാരണം ആ രണ്ട് യതീമക്കളുടെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിരന്തരമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു, അള്ളാഹുവേ, എൻ്റെ മക്കൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് ആ നദി നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ എന്ന്. കാരണം അത് കുഴിച്ചു മൂടുന്ന സമയത്ത് ആ മക്കൾ രണ്ടുപേരും ചെറിയ മക്കളായിരുന്നു, അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ആ സമയത്ത് അവരോട് ഇവിടെ നദിയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ആ ഉപ്പ എല്ലാം അള്ളാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ ദുആ സ്വീകരിക്കുകയും മാത്രമല്ല രണ്ട് പ്രവാചകന്മാർ മുഖേന ആ മക്കൾക്ക് ആ നദി ആ മക്കൾക്ക് മരണം വരെ കഴിയാനുള്ള സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. ഈ രണ്ട് യതീം മക്കളുടെ ഉപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു. എന്നാൽ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈ യതീം മക്കളുടെ നേരിട്ടുള്ള ഉപ്പയല്ല, അതായത് ഏഴാമത്തെ ഉപ്പ, വലിയുപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അങ്ങനെ ഏഴാമത്തെ ഉപ്പ അത് വലിയ സ്വാലിഹായ മനുഷ്യനായിരുന്നു. 7 തലമുറകൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ഗുണം നൽകി എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ ഗുണങ്ങളും സുഖത്തോടുകൂടിയുള്ള ഈ ജീവിതവുമൊക്കെ നമ്മുടെ ഉപ്പാപ്പന്മാർ നല്ലവരായതുകൊണ്ടാണ്, അവർ ചെയ്ത നല്ല നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ടാണ്. നമ്മളൊക്കെ എന്ത് സുഖത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. നമ്മളൊന്നും പട്ടിണി കിടക്കുന്നില്ലല്ലോ. 2 രൂപയ്ക്ക് വരെ നമുക്ക് റേഷൻ കടയിൽ നിന്നും അരി വരെ കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചിക്കൻ ബിരിയാണി കഴിക്കാത്തവർ ആരും ഉണ്ടാകില്ല. അതിൽ കൂടുതൽ കഴിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് ആളുകൾക്കും വിട്ടുമാറാത്ത പല രോഗങ്ങളും വരുന്നത്. അതുപോലെ ഒരു മൊബൈൽ ഫോണും 1 GB നെറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാം വീട്ടിലേക്കെത്തും. സഹോദരിമാർക്കൊന്നും ഇപ്പോൾ വീട്ടിൽ ആണുങ്ങൾ ഇല്ല എന്ന് കരുതി അവർക്ക് ബുദ്ധിമുട്ടില്ല. എല്ലാം അവരുടെ വിരൽ തുമ്പിലുണ്ട്. ആ കാലഘട്ടമാണിത്. അത്രത്തോളം വലിയ സുഖത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് ഇന്ന് പല ആളുകളും ജീവിക്കുന്നത്. ഇന്ന് എത്ര വലിയ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവർക്കും അവർക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല. ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നവർ ഇന്ന് വളരെ ചുരുക്കമാണ്. അതിനൊക്കെയും കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മുൻഗാമികളായ ഉപ്പമാർ, ഉമ്മമാർ, വലിയുമ്മമാർ, വലിയുപ്പമാർ അവരൊക്കെയും ചെയ്ത നന്മകളാണ്. അവരൊക്കെയും നല്ല സ്വാലിഹായ മനുഷ്യരായതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല ഇപ്പോൾ നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ നാടിന് സുരക്ഷ നൽകും, കാവൽ നൽകും. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ചൊരിഞ്ഞു നൽകും. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു സ്വാലിഹായ മനുഷ്യൻ, സജ്ജനങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ, അയാളുടെ മക്കൾ, അവരുടെ മക്കൾ, അവരുടെ മക്കൾ, അവരുടെ മക്കൾ, അവരുടെ മക്കളെ വരെ അല്ലാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കും.
മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സ്വാലിഹായ മനുഷ്യൻ താമസിക്കുന്ന ആ നാടിനെയും അല്ലാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കും. അതോടൊപ്പം ആ നാടിനോട് ചേർന്ന ഗ്രാമങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടെങ്കിൽ ആ നാടിനെയും ആ നാടിനോട് ചേർന്ന ഗ്രാമത്തെയും അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അതോടൊപ്പം ആ സ്വാലിഹായ മനുഷ്യൻ്റെ മക്കൾ, അവരുടെ മക്കൾ, അവരുടെ മക്കൾ, അവരുടെ മക്കൾ, അങ്ങനെ 3 തലമുറ വരെ അതിൽ കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണം ഉണ്ടാകും. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കും. ഇനി ആ സ്വാലിഹായ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഖബർ, അവരുടെ മഖാം ആ നാട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ പരിസരത്തൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. റഹ്മത്തിൻ്റെ മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു തആല ആ നാട്ടിലേക്കും പരിസരത്തേക്കുമൊക്കെ ഇറക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ലവരാകാൻ ശ്രമിക്കുക, നല്ലവരാകുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് സ്നേഹത്തോടുകൂടി സൗമ്യത്തോടുകൂടി പെരുമാറിയാൽ അതുപോലെ നിങ്ങളുടെ മക്കളും നിങ്ങളോട് സ്നേഹത്തോടു കൂടിയും സൗമ്യത്തോടു കൂടിയും പെരുമാറും. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണോ, സ്നേഹത്തോടു കൂടിയാണോ സൗമ്യത്തോടു കൂടിയാണോ പെരുമാറുന്നത്, അതുപോലെയായിരിക്കും നമ്മുടെ മക്കളും നമ്മോട് പെരുമാറുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ മക്കളൊക്കെ നമ്മെ വൃദ്ധസദനത്തിൽ കൊണ്ടയാക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ വ്യഭിചരിക്കാതിരിക്കണേ, എന്നാൽ നിങ്ങളുടെ ഭാര്യയും മറ്റുള്ള പല പുരുഷന്മാരുടെ അരികത്തേക്കും പോകാതിരിക്കും. നിങ്ങളുടെ ശരീരം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ പെണ്ണുങ്ങളും ചാരിത്രശുദ്ധിയുള്ളവളാകും. നിങ്ങൾ അന്യ സ്ത്രീകളെ കണ്ണുവച്ചാൽ നിങ്ങളുടെ ഭാര്യമാരെയും മറ്റുള്ള പുരുഷന്മാർ കണ്ണുവെക്കും. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെയാണ് നടക്കുക. ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അദിലാണ്. അതുപോലെ തന്നെയാണ് അത് സംഭവിക്കുകയും ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ, നിങ്ങളെ അനുസരിക്കണമെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ദുആ ലഭിക്കണമെങ്കിൽ, അവർ നല്ല സ്വാലിഹീങ്ങളായ മക്കളാകണമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങൾ അനുസരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. മാത്രമല്ല ഒരു സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുക. എന്നാൽ നിങ്ങളുടെ മക്കളും നിങ്ങളെ അതുപോലെ, നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ നിങ്ങളുടെ മക്കളും ആയിത്തീരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഒന്ന് നന്നായാൽ മതി, എന്നാൽ നമ്മുടെ മക്കളും നന്നാകും. നമ്മുടെ നിസ്കാരം ഒന്ന് ക്ലിയറാക്കുക, നോമ്പ് നോൽക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റിനെ അധികരിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. മാത്രമല്ല ഗീബത്ത് നമീമത്ത് പറയാതിരിക്കുക, അസഭ്യങ്ങൾ പറയാതിരിക്കുക, ഹറാമ് ചെയ്യാതിരിക്കുക, ഹറാമ് പറയാതിരിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുക, മക്കളെ സ്നേഹിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയും സംരക്ഷിക്കും. അവരും നല്ല മക്കളായി വളരും. ഇഹലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാകും, ഉറപ്പാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാകാൻ, അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കാൻ, നല്ല സ്വഭാവമുള്ള മക്കളാകാൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ മന്ത്രം നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അത് ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിലേക്ക് മന്ത്രിച്ചുകൊണ്ട് ആ വെള്ളം നിങ്ങളുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുത്താൽ മതി. ഒരുപാട് മാതാപിതാക്കൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് മക്കളുടെ സ്വഭാവം നന്നാകാൻ. മക്കൾ മദ്യത്തിനും ലഹരി പദാർത്ഥത്തിനും അടിമപ്പെട്ടു പോയിട്ടുണ്ട്. മക്കൾ തീരെ പഠിക്കുന്നില്ല. മക്കൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അവർ പഠിക്കുന്നുമുണ്ട്. എന്നാൽ
എക്സാമിന് പോകുമ്പോൾ അവർ പഠിച്ചതെല്ലാം മറന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ മക്കൾ വലിയ വിഷമത്തിലാണ്, വലിയ സങ്കടത്തിലാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ മക്കൾക്ക് ജോലിയില്ല, ജോലിക്ക് പോകാൻ അവർക്ക് വലിയ മടിയാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മക്കളെക്കുറിച്ചുള്ള വിഷമം, പ്രയാസങ്ങൾ പറഞ്ഞ മാതാപിതാക്കളുണ്ട്. അവരൊക്കെയും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ഈ അമൽ നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ മക്കളിൽ നല്ല മാറ്റമുണ്ടാകും. നിങ്ങളുടെ മക്കളുടെ സ്വഭാവം നന്നാകും, നിങ്ങൾ പറയുന്നത് അനുസരിക്കും. മാത്രമല്ല ദീനീ ബോധമുള്ള മക്കളാകും. അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. അതോടൊപ്പം അവർക്ക് ജോലിക്ക് പോകാൻ, അതുപോലെ ജീവിതത്തിൽ വിജയിക്കാനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസവും ഒരു മനോധൈര്യവും ഉണ്ടാകും. എല്ലാ മടിയും മാറിക്കിട്ടും. ശൈത്താൻ്റെ ശല്യങ്ങളിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ഒരു അമൽ മറക്കാതെ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക. ഈ ഒരു അമൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ശറഹ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഅത ഫൻസബ് വഇലാ റബ്ബിക ഫർഅബ്. ഈ ഒരു സൂറത്ത് നിങ്ങൾ 3 പ്രാവശ്യം ഓതിക്കൊണ്ട് ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. 3 പ്രാവശ്യം ഈ സൂറത്ത് ഓതി, സൂറത്ത് ശറഹ് ഓതി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതുക. എന്നിട്ട് ആ വെള്ളം നിങ്ങളുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ തുടരെ 7 ദിവസം ചെയ്യുക. 7 ദിവസം ചെയ്താൽ തന്നെ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ മക്കളിൽ നല്ല മാറ്റം കണ്ടു തുടങ്ങും. അതായത് അവരുടെ സ്വഭാവം നന്നാകും, അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും, ദീനീ ബോധമുള്ള മക്കളാകും, നിങ്ങൾ പറയുന്നത് അനുസരിക്കും. ഇങ്ങനെ തുടങ്ങിയ നല്ലൊരു മക്കളാകും. അവരുടെ മടിയെല്ലാം മാറിക്കിട്ടും. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾ 7 ദിവസം ചുരുങ്ങിയത് ചൊല്ലുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. 3 പ്രാവശ്യം ദിവസവും ചൊല്ലിയാൽ മതി. ഞാൻ ഈ പ്രാർത്ഥന സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. قال رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقهوا قولي. ഈ ഒരു പ്രാർത്ഥനയും നിങ്ങൾ 7 ദിവസം 3 പ്രാവശ്യം വീതം ചൊല്ലുക. 3 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ തലയിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഊതുക. അങ്ങനെ തുടരെ 7 ദിവസം ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ മക്കളുടെ തലയിൽ മന്ത്രിക്കുക. ആദ്യം പറഞ്ഞ ആ സൂറത്തുണ്ടല്ലോ, സൂറത്തു ശറഹ്, അത് നിങ്ങൾ ഓരോ ദിവസവും 3 പ്രാവശ്യം ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചൂതി നിങ്ങളുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക. അത് നിങ്ങൾ തുടരെ 7 ദിവസം ചെയ്താൽ മതി. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക. ഇനി നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണ്, സമയമില്ലെങ്കിൽ നിങ്ങൾ ഒരു 7 ദിവസം ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഖലീലുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, മക്കൾ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ അവർക്ക് നല്ല തൻ്റേടമുണ്ടാകും. അതുപോലെ നിങ്ങൾ മന്ത്രിച്ച് അവരുടെ തലയിൽ ഊതിയാലും മതി, അല്ലെങ്കിൽ അവർക്ക് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാൻ കൊടുത്താലും മതി. എന്നാലും അവർക്ക് നല്ല തൻ്റേടമുണ്ടാകും. മാത്രമല്ല മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകും. മടിയെല്ലാം മാറും. എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരക്കാൻ ഒരു ധൈര്യമായിരിക്കും. പഠിക്കാൻ നല്ല ഉന്മേഷമായിരിക്കും. എക്സാമിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ സാധിക്കും. മാത്രമല്ല ജീവിതത്തിൽ തന്നെ അവർക്ക് വലിയ വിജയമുണ്ടാകും. അവർ തുടങ്ങുന്നതെല്ലാം വലിയ വിജയമായിരിക്കും. അതിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രാർത്ഥന മക്കൾക്ക് നിങ്ങൾ
ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുക, മക്കൾ ചൊല്ലുക. അതുപോലെ രക്ഷിതാക്കൾ ഈ പ്രാർത്ഥന ചൊല്ലി മക്കൾക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് തലയിൽ മന്ത്രിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ശറഹിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ടും നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ, ഇഹലോകത്തും വിജയിക്കുന്ന മക്കളാക്കട്ടെ. നമ്മുടെ മക്കളുടെ ദുസ്വഭാവം അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കളായി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ മാറ്റട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.